എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു മട്ടൻ കറി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നത് എപ്പോഴും വെക്കണ പോലെ വ്യത്യാസം എത്ര പ്രത്യേകത അറിഞ്ഞില്ല. ഒരു നാടൻ വെപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ചീഞ്ചട്ടിയിൽ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടി നല്ല വാട്ടി വെച്ചിരുന്നു. കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. നല്ല വാട്ടി വെക്കണം, നല്ല കളറ് മാറണ വരയ്ക്ക്. വെളുത്തുള്ളി ഇഞ്ചി മാത്രം. അതിൽ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, പാകത്തിന് ഉപ്പിട്ടു കുറച്ച്. അതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി കുറച്ച് ഒരു കുടം 1.5 കുടം വെളുത്തുള്ളി ചതച്ചതാണ്. നല്ലോണം കളറ് മാറണവരെ വറക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് മട്ടൻ ഇട്ടിട്ട് ഇതാക്കണത്. പിന്നെ മട്ടനിലെ മസാല പറഞ്ഞിട്ട് ഈ മുളക്, മല്ലി, കുരുമുളക്, ജീരകം അതൊക്കെ പാടെ വറുത്തരച്ചതാണ് മസാല. അതാണ് ഞാൻ ജാർന്നിട്ടിരുന്നത്, വറുത്തരച്ച മസാല. ഞാൻ ഈ വീഡിയോ ഇട്ടണമെന്ന് വിചാരിക്കുന്നു, ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ വറുത്തരച്ച മസാലയും മട്ടനും ഒക്കെ പാട്ട് നല്ലോണം പുരട്ടി കൊടുത്തു. നല്ലോണം ചട്ടിയിലിട്ട് നല്ല പുരട്ടി കൊടുത്ത ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. മുളക്, മല്ലി, കുരുമുളക്, ജീരകം ഒക്കെ പാടെ വറുത്തതാണ്, പൊടിയല്ല. വീണ്ടും പറയാൻ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റിയ ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമ്മളത് നമുക്ക് മട്ടൻ എത്രണ്ട് വേവണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം മിക്സാക്കിയ ശേഷം നമുക്ക് മൂടി കൊടുക്കാം. എല്ലാം ടൈറ്റാക്കി മൂടി കൊടുത്തു. അതിന് ശേഷം നമ്മൾ അടുപ്പിൽ വയ്ക്കുക, വിസിൽ വിടുക. എല്ലാവർക്കും അറിയും, ആർക്കും അറിയാത്തൊന്നല്ല. എന്നാൽ ഞാൻ പറയുന്നുണ്ടെന്ന് മാത്രം. അങ്ങനെ നമുക്ക് എത്ര വിസിൽ വേണോ അത്ര വിസിൽ വിടാം. നല്ലോണം വേവണം. നമുക്കങ്ങനെയാണ്, നല്ലോണം വേവണം. 4 or 5 ഒക്കെ വിസിൽ വിട്ടിട്ട ശേഷം നമുക്ക് പിന്നെ ഒരു വറവിടലുണ്ട്. വിസിൽ ഒക്കെ അടങ്ങിയ ശേഷം ഒരു 1/2 മണിക്കൂർ വിടണം. അങ്ങനെ വിസിലൊക്കെ വിട്ട ശേഷം ഒരു 1/2 മണിക്കൂറോടെ വിട്ട് കഴിയുമ്പോഴേ നല്ലോണം വെന്ത് കറക്റ്റായിട്ടുണ്ടാവും മട്ടൻ. പിന്നെ വെള്ളം വേണമെങ്കിൽ കൂട്ടാണെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ ഗ്രേവി കമ്മിയാക്കി അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. എങ്ങനെയാണ് നമ്മൾക്ക് ഇഷ്ടം, എങ്ങനെയൊക്കെ നമുക്ക് കറി വേണ്ടിച്ചാൽ നമുക്ക് അതനുസരിച്ച് മാറ്റി മറിക്കാം. എല്ലാവർക്കും അറിയണതന്നെ, എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കണത് ഇട്ടുമെന്ന് മാത്രം. അതിന് ശേഷം അടുപ്പിൽ ചട്ടി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതാണ് 2 സ്പൂണ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുഞ്ഞനുള്ളി, പച്ചമുളക്, കുഞ്ഞനുള്ളിയുടെ 100 ഗ്രാം അങ്ങനെയൊക്കെ ഇടും. 100-150 ഗ്രാമോളം ഇടും. അപ്പോൾ രസമല്ലേ, അത് ടേസ്റ്റല്ലേ. 100-150 ഗ്രാമോളം കുഞ്ഞനുള്ളി ഇട്ടു. അപ്പോഴേക്കും ഇടുന്നത് വിട്ടുപോയി. അതിന് ശേഷം കുറച്ച് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, കറുവേപ്പിൻ്റെ ഇല, പിന്നെ മല്ലി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂട്ടിയിട്ടുണ്ട് ഇതിൽ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂട്ടാം, 1/2 സ്പൂണ് കൂട്ടാം. ഗരം മസാല എല്ലാം കൂട്ടിയ ശേഷം നല്ല വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മട്ടൻ അതിലേക്കിട്ട് കൊട്ടിക്കൊടുക്കാം. നല്ല വഴണ്ടി വരണം കേട്ടോ. വഴണ്ടി വന്ന ശേഷം പൊടിയൊക്കെ ഇടാൻ പാടുള്ളൂ. നല്ല ഡ്രൈ ആയി വരണം, വഴണ്ടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. വറവിലാണ് എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്. നമ്മൾ വറവ് ഇടണതിലും ശരി, വറുത്ത് കറി വെക്കുന്നതിലും ശരി, അതിൻ്റെ കറക്റ്റായ പക്വത്തിൽ നമ്മൾ വറുത്തെടുത്താൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എല്ലാ കറികൾക്കും, വറുത്തരച്ച് വെക്കുന്ന എല്ലാ കറികൾക്കും. അതിന് ശേഷം ഞാൻ കുറച്ച് കുഞ്ഞനുള്ളി വറുത്ത് വെച്ചിരുന്നു, നല്ല കളറ് മാറണ വരയ്ക്ക്. ആ കുഞ്ഞനുള്ളിനെ അരച്ചൊഴിക്കുകയാണ്. ഒരു 5-6 കുഞ്ഞനുള്ളി, 5-6 നല്ല വറുത്ത് വെച്ചിരുന്നു കുറച്ച്. അത് ഞാൻ അതിൽ കണ്ടില്ല, കാണിക്കാൻ പറ്റില്ല, വിട്ടുപോയി. അത് വറുത്തത് അരച്ചതിൽ കൊട്ടി കൊടുത്തു. കുറച്ച് ഗ്രേവി കുറുന്നനാവുമല്ലോ, നല്ല വെള്ളം പോലെ ആവില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ. തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ഇടാത്ത ഒരു മട്ടൻ കറിയാണ്. നമ്മളെങ്ങനെയൊക്കെ വെക്കുക, ഞങ്ങൾക്ക് എങ്ങനെ വെക്കാമെന്നൊക്കെ അറിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെ വെക്കുക, സ്പെഷ്യലായിട്ടെല്ലാം ഇടാനുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ നമുക്ക് അതേമാതിരി വെക്കാമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ
മട്ടൻ കറി സെറ്റായി. നല്ലൊരു 5-10 മിനിറ്റ് സിമ്മിൽ തിളയ്ക്കണം. നല്ല ഞാൻ തക്കാളി തൊട്ടിട്ടില്ല. ചിലർ തക്കാളിയൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ തക്കാളി തൊട്ടില്ല. അതിന് കുരുമുളക് പൊടി ഇട്ടു. കുറച്ച് കുരുമുളക് വറക്കുമ്പോഴും കുറച്ച് കൂട്ടും. ലാസ്റ്റ് ഇറക്കുമ്പോഴും കുറച്ച് കുരുമുളക് പൊടി, വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. അത് പ്രത്യേക ടേസ്റ്റാണ്. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, ഒരു സ്പൂണ്. പിന്നെ പാകത്തിനുള്ള വെള്ളം സെറ്റാക്കി കൊടുക്കുക. ഒന്നും കൂടി നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ മട്ടൻ കറി സെറ്റ്. ഇറച്ചി ചോറിനും പലഹാരങ്ങൾക്കും എല്ലാത്തിനും സൂപ്പർ അടിപൊളി കറി സെറ്റായി. നമ്മുടെ വറുത്തരച്ച മട്ടൻ കറി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ചെറിയൊരു വീഡിയോ ആണ്. അല്ല, വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ മട്ടൻ കറി റെഡി. ഇന്ന് വിരുന്നേരുള്ളൊരു ദിവസമായിരുന്നു. അന്ന് വെച്ച് വീഡിയോ എടുത്ത് 2-3 ദിവസമായി. എന്നാൽ പെട്ടണത് കണ്ടോ, കുരുമുളക് പൊടി ലൈറ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു പോയതാണ്. കറിവേപ്പില, മല്ലിയില ഇട്ട ഫസ്റ്റാണ്. സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും കാണാം. വെളിച്ചെണ്ണ